ഒരു 3 സപ്ലൈ എംബിക്ക് ഇതുണ്ടായിരുന്നെങ്കിൽ കഴിവ് പണ്ട കൊണ്ട് IAS ആണ്. വാട്സ്ആപ്പ് ബഡീസ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് ഞങ്ങളൊരു റൈഡ് പോയിട്ടുണ്ടായിരുന്നു ഒരു 11 പേരായിട്ട് കാന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. കാന്തല്ലൂർ കുറച്ച് പേർക്ക് അറിയാം, മൂന്നാറുള്ളൊരു സ്ഥലമാണ്. മൂന്നാറിൽ നിന്ന് മറയൂർ, അവിടെ നിന്ന് പിന്നെ കാന്തല്ലൂർ. അപ്പോൾ ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോയേക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നേരെ ഞങ്ങൾ ഫസ്റ്റ് കോതമംഗലം ഭാഗത്തു നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്നാണ് പിന്നെ കാന്തല്ലൂർക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്തത് എറണാകുളത്ത് ആലുവയിൽ നിന്നാണ്. ആലുവയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറവൂരിൽ നിന്ന്, അതേപോലെ തന്നെ എറണാകുളം ഭാഗം, പിന്നെ ആലുവ സൈഡ്, അങ്ങനെ അങ്കമാലി, അവിടെ നിന്നൊക്കെയുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. അപ്പോൾ നമ്മൾ ഒറ്റൊരു ലൊക്കേഷനിൽ നിന്ന് തന്നെ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് ആലുവയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. കാരണം അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ പെരുമ്പാവൂരിൽ നിന്ന് കോതമംഗലം, നേര്യമംഗലം, അടിമാലി, മൂന്നാറിൽ നിന്ന് മറയൂരിൽ നിന്ന് നേരെ കാന്തല്ലൂർ, അങ്ങനെയാണ് ഈ റൂട്ട് പോകുന്നത്. ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാരും, 90 ആയിരിക്കില്ല, ചിലപ്പോൾ 100% ആൾക്കാരും മൂന്നാർ പോയിട്ടുള്ളവരാണ്. അപ്പോൾ നമ്മൾ മൂന്നാർ എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ടൗൺ എത്തുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ടാറ്റയുടെ ഒരു റീറ്റെയിൽ ഷോപ്പ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റിലേക്കുള്ള റോഡാണ് നമ്മൾ ഈ മറയൂർക്ക് പോകുന്നത്. അപ്പോൾ ടാറ്റയുടെ ആ ബിൽഡിങ്ങിൻ്റെ അവിടെ ഒരു പാലം ഉണ്ട്. അത് പാലം കയറി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ദേവികുളം, സൂര്യനെല്ലി അങ്ങോട്ടേക്കാണ്. ആ പാലം കയറി കഴിഞ്ഞിട്ട് ലെഫ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്നത് നേരെ മാട്ടുപ്പെട്ടി, ടോപ്പ് സ്റ്റേഷൻ അങ്ങോട്ടേക്കാണ്, വട്ടവടക്കൊക്കെ. അപ്പോൾ പാലം കയറാതെ തന്നെ നമ്മൾ ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ലെഫ്റ്റിൽ നിന്ന് പോയി കഴിയുമ്പോൾ ഒരു പെട്രോൾ ബങ്കൊക്കെ ഉണ്ട്, അവിടെ നിന്ന് പെട്രോൾ അടിക്കാം. അതിനുശേഷം നേരെ നമുക്ക് മറയൂർക്കാണ് നമ്മൾ പോകുന്നത്. മറയൂർ പോകുന്ന റൂട്ടിൽ തന്നെയാണ് ഇരവികുളം നാഷണൽ പാർക്കുള്ള ഈ വരയാടൊക്കെ ഉള്ള. അപ്പോൾ ഈ റൂട്ടിൽ ഞങ്ങൾ കുറച്ചങ്ങോട്ട് കയറി ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ ചോളവും അതേപോലെ തന്നെ മാഗിയൊക്കെ കഴിക്കാനായിട്ട് ചവിട്ടി. അതിനുശേഷം പിന്നെ റിലാക്സ് ആയിട്ടാണ് പോയത്. അപ്പോൾ ഈ റൂട്ടിൽ നമുക്ക് ഭയങ്കരമായിട്ട് കാണാവുന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേയിലത്തോട്ടം ആക്ച്വലി നമ്മൾ മൂന്നാർ റൂട്ടിൽ പോകുമ്പോൾ എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടി ഒരു പച്ചപ്പ് കൂടിയിട്ടുള്ള ഒരു ഏരിയയാണ്. നമുക്ക് ശരിക്കും കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഏരിയയാണിത്. നമ്മൾ മറയൂർ എത്തുന്നതിന് മുമ്പ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് റൈറ്റ് സൈഡിലായിട്ട്. അപ്പോൾ അവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മറയൂർ ചന്ദനക്കാടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവിടെ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും റിട്ടേൺ കൊണ്ടുവരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പോകുമ്പോൾ അവർ ചെക്ക് ചെയ്യില്ല, പക്ഷേ അത് റിട്ടേൺ തിരിച്ച് വരുമ്പോൾ അവർ എന്തായാലും ചെക്ക് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ആനിമൽസിന് എന്തെങ്കിലും, വൈൽഡ് ആനിമൽസിന് എന്തെങ്കിലും കൊന്നിട്ടുണ്ടോ, അതിന് കൊണ്ടുപോകുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. നമ്മൾ കാറിനാണ് പോകുന്നതെങ്കിൽ റിട്ടേൺ വരുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ നിർത്തിച്ച് നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽ കൊടുക്കണം. കാറിൻ്റെ ഡീറ്റെയിൽസ്, അതായത് കാർ നമ്പർ, പേര്, നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, ഇതെല്ലാ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. നമ്മൾ ഈ റൂട്ടിൽ പോകുമ്പോൾ മറയൂർ എത്തിക്കഴിയുമ്പോൾ ടൗണൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു പെട്രോൾ ബങ്ക് ഉണ്ട്. അപ്പോൾ പെട്രോൾ ബങ്കിൻ്റെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിന്നാർ എത്തുന്നത്. ചിന്നാർ ചെക്ക് പോസ്റ്റ് ഒരു 16 കിലോമീറ്റർ ചിന്നാറിൽ നിന്ന് പിന്നെ ചെക്ക് പോസ്റ്റ് അവിടെ നിന്ന് ഉടുമ്പൽപേട്ട. പക്ഷേ നമ്മൾ ആ പെട്രോൾ ബങ്ക് എത്തുന്നതിന് മുമ്പ് ഒരു റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് കയറിയിട്ടാണ് നമ്മൾ കാന്തല്ലൂർ പോകുന്നത്. ഈ പെട്രോൾ ബങ്കിൻ്റെ അവിടെ നിന്ന് 16 കിലോമീറ്റർ തന്നെ, 18 കിലോമീറ്റർ ഉണ്ട് നമുക്ക് കാന്തല്ലൂർ എത്താനായിട്ട്. പെട്രോൾ എന്തെങ്കിലും അടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ അടിക്കണം, അതായത് മറയൂരിൽ നിന്ന് തന്നെ അടിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്നാറിൽ നിന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ കുഴപ്പമില്ല. നമ്മളപ്പോൾ ഇന്ന് സ്റ്റേ ചെയ്യണത് കുളത്തിവയൽ വില്ലേജ് എന്ന് പറഞ്ഞൊരു ഏരിയയിലാണ്. നമ്മൾ മൂന്നാർ കഴിഞ്ഞ് ഈ പറഞ്ഞ മാതിരി കാന്തല്ലൂർ എത്തിക്കഴിയുമ്പോൾ കാന്തല്ലൂർ ടൗൺ എത്തണ്ട, അതിന് മുമ്പായിട്ട് താഴത്തേക്കൊരു വഴിയാണ്. ഇപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ, ഞങ്ങൾ സ്റ്റേ അടിച്ച ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഇടാം. അപ്പോൾ നമ്മൾ സ്റ്റേ അടിച്ച് ഞങ്ങൾ ഈ 11 പേര് ഒരു ഇൻഡിപെൻഡൻ്റ് ഉള്ള ഒരു കോട്ടേജിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഒരു 10 ഏക്കറോളം ഉണ്ടത്. അപ്പോൾ ആ ഒരു ലൊക്കേഷനിൽ ഞങ്ങളൊരു 10 പേര് മാത്രമായിട്ട് ഇൻഡിപെൻഡൻ്റ് ഉള്ളൊരു കോട്ടേജ് ആയിരുന്നു.
അപ്പോൾ നമുക്ക് വേറെ ശല്യങ്ങളൊന്നുമില്ല, നമ്മൾ മാത്രം ആ ഒരു കോട്ടേജിലായിരുന്നു. ഞങ്ങളുടെ കോട്ടേജിലെത്തിയതിനു ശേഷം നേരെ റൈഡിങ് ഗിയേഴ്സൊക്കെ ഊരി വെച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് തൊട്ടപ്പുറത്തൊരു സൺസെറ്റ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ചെറിയൊരു ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഞങ്ങൾ ഈവനിങ് പിന്നെ അതിനുശേഷം നേരെ അവിടെ പോയി അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം സൺസെറ്റൊക്കെ കണ്ട് ആ ഒരു ടൈമായപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ച് ഞങ്ങളെ കോട്ടേജിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇതൊരു ഇൻഡിപെൻഡൻറ്റ് കോട്ടേജ് ആയതുകൊണ്ട് പ്രൈവസിയുടെ കാര്യം നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ 11 പേരും, അതേപോലെ തന്നെ ഇവിടുത്തെ കെയർ ടേക്കർ ഒരു അമ്മാവനും പിന്നെ പുള്ളിക്കാരൻ്റെ വൈഫുമായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നൈറ്റ് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ ബാർബിക്യൂ ഉണ്ടായിരുന്നു. പിന്നെ നൈറ്റ് നല്ല അടിപൊളിയായിട്ട് ഫുഡായിരുന്നു. ഞങ്ങൾ നൈറ്റ് ചോറും അതേപോലെ തന്നെ പുള്ളിക്കാരൻ നന്നായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി തന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഫുൾ ആ നൈറ്റ് അങ്ങോട്ട് എൻജോയ് ചെയ്ത് പൊളിച്ചടക്കി. ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞത് ഇതൊരു 10 ഏക്കർ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ 10 ഏക്കർ പ്രോപ്പർട്ടി അത്യാവശ്യം നന്നായിട്ട് വാസ്റ്റായിട്ട് കിടക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് കൃഷിയും കാര്യങ്ങളും ഉണ്ട്, പിന്നെ കുറച്ച് അത്യാവശ്യം താഴത്തേക്ക് സ്റ്റീപ്പായിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തലപൊങ്ങിയന്മാരെല്ലാവരും കൂടി കുറച്ച് കട്ടൻ ചായയൊക്കെ കഴിച്ച് സാവധാനം താഴത്തേക്ക് ഇറങ്ങിപ്പോയി. അവിടെ കണ്ട വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായമാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ കിട്ടിയ കുറച്ച് വടിയൊക്കെ പിടിച്ചിട്ടാണ് പോയത്. കാരണം നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമായതുകൊണ്ട് വടിയൊക്കെ കുത്തിയിട്ടൊക്കെ ഇറങ്ങിയത്. നമുക്ക് പിന്നെ ഈ ശരീരമാണെങ്കിൽ ശീലമില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടക്കാനൊക്കെ ആയിട്ട്. കാരണം നല്ല സ്റ്റീപ്പ് ഇറക്കും, അതേപോലെ തന്നെ തിരിച്ച് കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അതിനുശേഷം മേളിൽ കയറി തിരിച്ച് നമ്മുടെ കോട്ടേജിൻ്റെ അവിടെ കയറി അവിടെ നിന്ന് മെയിൻ ആ പുറത്തേക്കുണ്ടായിരുന്ന റോഡ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ റോഡിലേക്ക് ഞങ്ങൾ കുറച്ചും കൂടെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിനുശേഷം തിരിച്ച് റൂമിൽ വന്ന് ബാക്കി എല്ലാവരും എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് രാവിലത്തെ പുട്ടും കടലയൊക്കെ കഴിച്ച് അവിടെ നിന്ന് പിന്നെ ഗിയറപ്പ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് പെട്ടെന്ന് അവിടെ നിന്ന് പോകും. നമ്മളീ കാണുന്ന സ്ഥലമാണ് ആനക്കുട്ടുപാറ എന്ന് പറയുന്നത്. ആനക്കുട്ടുപാറയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുനിമാരൊക്കെ വന്നിട്ട് മുനിയറ പണിത ഒരു ഏരിയയാണിത്. അപ്പോൾ നിങ്ങൾ ആ ഭാഗത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, കാന്തല്ലൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് ഉറപ്പായിട്ടും പോവുക. ഇതെങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറയൂരിൽ നിന്ന് വരുമ്പോൾ കോവിൽക്കടവ് എന്ന് പറയുന്ന ലൊക്കേഷനുണ്ട്. കോവിൽക്കടവ് മറയൂരിൽ നിന്ന് ഒരു 7-8 കിലോമീറ്ററാണ്. അതായത് മറയൂർ കഴിഞ്ഞിട്ടുള്ള നിയറസ്റ്റ് ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം ഷോപ്സും കാര്യങ്ങളും ATM, ബാങ്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ചെറിയ പള്ളി വരെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഈ കാണുന്ന ലൊക്കേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോവിൽക്കടവ്. കോവിൽക്കടവ് കഴിഞ്ഞിട്ടാണ് ആനക്കുട്ടുപാറ, ആനക്കുട്ടുപാറ കഴിഞ്ഞിട്ടാണ് കാന്തല്ലൂർ വരുന്നത്. ഞാൻ എപ്പോഴൊക്കെ മറയൂർ അല്ലെങ്കിൽ കാന്തല്ലൂർ ഭാഗത്ത് പോയിട്ടുണ്ടോ ആ ടൈമിലൊക്കെ ഭാഗ്യം പോലെ നമുക്ക് ഈ ആനിമൽസിന് എന്തെങ്കിലും കാണാൻ പറ്റാറുണ്ട് മറയൂരിലെ ഫോറസ്റ്റിനുള്ളിൽ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂട്ടം മാനുകളായിരുന്നു ഞങ്ങൾ കണ്ടിരുന്നത്. അപ്പോൾ സർവ്വസാധാരണമായി നമ്മൾ നിർത്തി ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് അവിടെ നിന്ന് പിന്നെയും പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഇവിടെ എന്തായാലും ചെക്കിംഗ് ഉണ്ടാവും. ഞങ്ങളുടെ അടുത്ത് ഇതേപോലെ തന്നെ ജസ്റ്റ് ചോദിച്ചു, അതായത് എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, ജസ്റ്റ് ബാഗിനകത്തൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ നമ്മൾ കാറിനാണ് വരുന്നതെങ്കിൽ അവിടെ എന്തായാലും നിർത്തി നമ്മളിൽ നിന്ന് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം മേടിച്ചിട്ട് അവർ വീട്ടിലോട്ട് കാറ് ചെക്ക് ചെയ്യും. ഡ്രസ്സും സാധനങ്ങളൊക്കെ നമ്മൾ ഈ എക്സ്പീരിയൻസ് ഗിവ് അവേ റൈഡ് കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് റൈഡ് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അറഞ്ചം പുറഞ്ചം വണ്ടി ഓടിക്കുന്നത് മാത്രമല്ല ഗ്രൂപ്പ് റൈഡ്. നമ്മളൊരു സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള ഓർഡറിൽ ഒരു ഗ്രൂപ്പ് ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ സത്യമംഗലം വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ 2 പേരാണെങ്കിലോ അല്ലെങ്കിൽ ഒരു 10 പേരായിട്ട് പോകുമ്പോൾ നമ്മൾ മിററിലൂടെ നമ്മൾ നോക്കി നമ്മുടെ ബാക്കിലുള്ള ആൾ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. നമ്മൾ ഫ്രണ്ടിലുള്ള ഒരാളായിട്ട് ഒരു 100 മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വണ്ടി ഓടിക്കുക. കാരണം അയാളൊരു സഡൻ ബ്രേക്ക് പിടിച്ചാലോ
തൊട്ട് ബാക്കിലുള്ള നമുക്ക് ഒന്ന് ബ്രേക്ക് പിടിക്കാനുള്ളൊരു ഗ്യാപ്പ് വേണം, അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ 2 ഡേ റൈഡ് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കൽ മാത്രമല്ലാതെ നമ്മൾ ആ ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞാൽ അവിടെ എക്സ്പ്ലോർ ചെയ്യുക, അവിടെ മാക്സിമം എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിങ്ങനെ ഒരു റൈഡ് കണ്ടക്ട് ചെയ്തത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു 3-4 പേര് ഇതേപോലെ തന്നെ ആദ്യമായിട്ട് ഒരു ഗ്രൂപ്പ് റൈഡ് വന്നവരുണ്ട്. അപ്പോൾ അവർ ഞങ്ങളുടെ ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടിട്ട് അവരതിനുശേഷം അവർ പോയിരിക്കുന്ന റൈഡ്സിലെല്ലാം ഈ ഒരു പാറ്റേൺ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ മൂന്നാർ ടൗണിൽ എത്തിയപ്പോഴേക്കും ഉച്ചയായി. ഉച്ചയ്ക്ക് ഞങ്ങൾ മൂന്നാർ ടൗണിൽ നിന്നൊരു ഷോപ്പിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ സാവധാനം പിന്നെ അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇതേപോലുള്ള റൈഡ് വീഡിയോസും അതേപോലെ തന്നെ കുറച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ടിൽ ദെൻ, ബൈ ഗൈസ്.